വീഴ്ചകൾ സർക്കാർ അംഗീകരിക്കണമെന്നാണ് താങ്കൾ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ വീഡിയോകൾ, റീൽസുകൾ ഉൾപ്പെടെ കാർഡുകൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തപ്പോൾ നരേന്ദ്രമോദിയുടെ എതിരായ പ്രസ്താവനകളും കാർഡുകളും നീക്കം ചെയ്തപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാർഡുകളൊക്കെ നീക്കം ചെയ്തു. കഴിഞ്ഞ ദിവസം താങ്കൾ തന്നെ ഇറക്കിയ പ്രസ്താവന ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിക്കണം, അതുമായി ബന്ധപ്പെട്ട കാർഡുകളും നീക്കം ചെയ്തു. അതേ സമയത്ത് വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണം, സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറയുന്ന രീതിയിൽ RSS നേതാവ് ടി മോഹൻദാസിന്റെ ഇപ്പോഴും ആ വീഡിയോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത് നീക്കം ചെയ്യാൻ ഒരു നടപടി സംസ്ഥാന സർക്കാർ, ആഭ്യന്തര വകുപ്പ്, പോലീസും സ്വീകരിച്ചിട്ടില്ല. ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഈ മോഹൻദാസിന്റെ കാര്യത്തില് വല്ലാത്തൊരു ഒത്തുകളിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം മോഹൻദാസ് ചെയ്ത നടപടി ആർക്കും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും അപലപിച്ചൊരു കാര്യമാണ്. അത് RSSന്റെ ഉള്ളിരിപ്പാണ് വ്യക്തമാക്കുന്നത്. RSSന്റെ ഒരു താത്വികാചാരനായിട്ടാണല്ലോ മോഹൻദാസ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇവിടെ ഒരു പേഴ്സണം എന്ന രീതിയിലുള്ള അറസ്റ്റാണ് നടന്നത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട നിയമ നടപടികൾ അത് ഒന്നും പാലിച്ചില്ല. അത് ബോധപൂർവം വീഴ്ച വരുത്തുകയാണ്. പോലീസിന് അറിയാത്തത് കൊണ്ടല്ല ഈ കാര്യങ്ങൾ നടപടിക്രമം പാലിക്കാതിരുന്നത്. നടപടിക്രമം പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നല്ല നിശ്ചയമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്ന് വേണം കാണാൻ. അപ്പോ പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും അറിയാത്തവരാണ് കേരളത്തിലെ പോലീസ് സേന എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന കാര്യക്ഷമതയുള്ള ഒരു പോലീസ് സേന തന്നെയാണ് കേരളത്തിലുള്ളത്. അപ്പൊ അവര് ബോധപൂർവം മറ്റെന്തോ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഇങ്ങനെ ചെയ്യാനുണ്ടായിട്ടുള്ളത്. അതാണ് നമ്മൾ കാണേണ്ട കാര്യം. ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു ഭാഗം, കേന്ദ്ര ഗവൺമെന്റ് മെറ്റയെ ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന നടപടികളിൽ വ്യാപകമായ വിമർശനം പൊതുവെ ഉയർന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള നടപടികൾ ഇവിടെയും വരുന്നു എന്ന് വേണം കാണാൻ. ഇപ്പൊ ജന്തർ മന്ദറിലെ യുവജന പ്രക്ഷോഭത്തിന് ശേഷം സമരവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്കും റീലുകൾക്കും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയിൽ മെറ്റ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലൊരു സെൻസറിങ് നടപടി ഉണ്ടായിട്ടുള്ളത്. അപ്പം അതേ പാതയിലാണ് UDF സർക്കാരും നീങ്ങുന്നത്. ഇവിടെ ഒരു പ്രശ്നം ഉയർന്നു വന്നത് തൂഫാൻ നടപടിയുടെ ഭാഗമായി ഒരാള് അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടയാള് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടാറുണ്ട് പോലും. അപ്പൊ അദ്ദേഹമാണ് ഈ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലാവുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ നല്ല നിലക്ക് നൽകുകയും സംപ്രേഷണം ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ വാർത്ത നീക്കം ചെയ്യപ്പെടുന്നതായിട്ട് വാർത്തകൾ വരികയാണ്. ഇപ്പോൾ ബി ജെ പി സർക്കാരിൻ്റെ പരോക്ഷമായ സഹായം ഇക്കാര്യത്തിൽ സർക്കാരിന് ലഭിക്കുന്നുണ്ട്, നമ്മുടെ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ലഹരിക്കെതിരെ തൂഫാൻ നല്ല രീതിയിലുള്ള
പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് സർക്കാർ തന്നെ അവകാശപ്പെടുന്ന ഘട്ടത്തിലാണ് ഓപ്പറേഷൻ തൂഫാനിൽ നടന്ന അറസ്റ്റ് സർക്കാർ തന്നെ പൂഴ്ത്തിവെക്കുന്ന നിലയുണ്ടാകുന്നു. ഇപ്പോൾ വസ്തുതാപരമായ ഒരു വാർത്ത അത് നീക്കം ചെയ്യിക്കാൻ സാധാരണഗതിയിൽ നിയമപരമായി കഴിയില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു നീക്കം ചെയ്യൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ സെൻസർഷിപ്പ് ആ രീതിയിൽ ഏർപ്പെടുത്തുന്നത് തീർത്തും ഏകാധിപത്യപരമായ കാര്യമാണ്. അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. സാധാരണഗതിയിൽ പല രാഷ്ട്രീയ നേതാക്കളുമായി ചേർന്നുള്ള ചിത്രങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ അറസ്റ്റിലായ പ്രതികൾ ഏറ്റവും അടുത്ത് നിയമസഭയിൽ വന്ന് മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയെ പല സ്ഥലത്ത് വീട്ടിൽ, ഓഫീസിൽ ആ തരത്തിൽ കാണുന്നതിനോട് ബന്ധമുണ്ട് എന്നാണ് വീഡിയോ ചിത്രമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അത് അവരാലോചിക്കേണ്ട കാര്യമാണ്. എന്താണ് ഇത്തരം ആളുകളുമായിട്ട് എങ്ങനെയുള്ള ബന്ധമാണെന്നൊക്കെ അവർ പറയേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് ആ ബന്ധത്തിന്റെ കാര്യം മാത്രമല്ല. ബന്ധം ഇയാള് മയക്കുമരുന്നിന്റെ ആളാണെന്ന് അറിയാതെയും ബന്ധം വരാലോ. മയക്കുമരുന്നിന്റെ ഭാഗമായി നടപടികൾ വന്നാൽ അയാളെ സംരക്ഷിക്കുന്ന നടപടി എന്തുകൊണ്ടാണ് വരുന്നത്? അത് വരാൻ പാടില്ല. ആ നടപടികൾ നിയമപരമായിട്ട് നടക്കണമല്ലോ. നിയമപരമായിട്ട് നടപടികൾ തുടരുന്നതിന് തടസ്സം ഉണ്ടാക്കരുതല്ലോ. അപ്പോൾ ഇതിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല എന്നൊരു നിർബന്ധം എന്തിനാണ്? അതൊരു സംരക്ഷണമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉൾപ്പൊരുളിന് യോജിക്കുന്നതാണത്. അതിപ്പോഴും നിലനിൽക്കുന്നതാണ് കാണുന്നത്. ഞാൻ ആ ഭാഗം ഉന്നയിച്ചിട്ടില്ല. അത് ഞാൻ കാണുന്നത് നടപടി നല്ല നിലക്ക് സ്വീകരിക്കണം എന്നുള്ളതാണ്. നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലല്ലോ. നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമല്ല എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിൽ നല്ലത്. പക്ഷെ എന്തുകൊണ്ട് സംരക്ഷണത്തിന് തയ്യാറായി? എന്തുകൊണ്ട് ഈ വാർത്ത ഈ സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല എന്ന നിലപാടെടുത്തു? അതല്ലേ പ്രധാനം. യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നാണല്ലോ അത് വ്യക്തമാക്കുന്നത്. ഇത്തരം ഒരു നടപടി ഉണ്ടായാൽ പുറത്താക്കാതെ പറ്റുമോ? പിന്നെ യൂത്ത് കോൺഗ്രസ് അല്ലാതെ പറഞ്ഞാൽ പുറത്താക്കിയതിന്റെ ശേഷം യൂത്ത് കോൺഗ്രസ് അല്ലാതെ പറയാം. വന്ദേമാതരം ആരംഭിക്കുന്നതുമായി ചീഫ് സെക്രട്ടറി ഉത്തരവ് പൂർണ്ണമായി ആരംഭിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15 പരിപാടികൾ ഈ മന്ത്രിമാരടക്കം മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ട് മന്ത്രിമാരടക്കം പറയുന്ന സർക്കാർ അറിയാതെ ഒരു ചീഫ് സെക്രട്ടറി സർക്കാരിന്റെ നയം നടപ്പാക്കേണ്ട ചീഫ് സെക്രട്ടറി അങ്ങനെ ഉത്തരവ് ഇറക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന് താങ്കൾ തോന്നുന്നു? ചീഫ് സെക്രട്ടറി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധിയാണ്. സർക്കാർ തലത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഔദ്യോഗികമായിട്ട് മന്ത്രിമാരെ പോലെ തന്നെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ ബാധ്യസ്ഥനായ ആളാണ് ചീഫ് സെക്രട്ടറി. അപ്പോൾ അത് സർക്കാരിൻ്റെ അഭിപ്രായമാണ്. ഈ വന്ദേമാതരം പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നമില്ലല്ലോ. വന്ദേമാതരം കുറെ കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തൊട്ട് തുടങ്ങിയല്ലോ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പൂർണ്ണമായിട്ട് ആലപിച്ചതിനെ പറ്റിയാണല്ലോ ഏറ്റവും വലിയ വിമർശനം വന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത്തരമൊരു സർക്കുലർ പോയി എന്ന് വന്നപ്പോൾ ഒരു മന്ത്രി കയറി പറഞ്ഞു അത് ഗവർണറുടെ നിർദ്ദേശമാണ്. ലോക് ഭവൻ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. അപ്പൊ എന്താണിതൊക്കെ? ഇത്രയും ഗൗരവമായ ഒരു പ്രശ്നത്തിൽ കോൺഗ്രസിന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട്, ഈ രാഷ്ട്രം പൊതുവിൽ അംഗീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് എന്തുകൊണ്ട് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനത്ത് നടക്കുന്നു? അതല്ലേ പ്രശ്നം. അപ്പൊ അതിനോട് യോജിക്കാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയില്ല. ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ ചീഫ് സെക്രട്ടറിയും അന്നത്തെ കായിക മന്ത്രിക്കും ഇതിൽ പങ്കുണ്ട്. പൂർണ്ണമായും നടപടികൾ ലംഘിച്ചുള്ള ഒരു നീക്കമാണ് നടന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മെസ്സി നമ്മുടെ ലോകത്തിന്റെ മുന്നിലുള്ള ഒരു കായിക പ്രേമികളുടെയും എല്ലാവരുടെയും ഒരു നല്ല മനസ്സോടെ കാണുന്നൊരു വ്യക്തിയാണല്ലോ അദ്ദേഹം. നല്ല രീതിയിൽ കേരളത്തിൽ അദ്ദേഹത്തിന് ആരാധകരെ പോലെ തന്നെയുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും അറിയാലോ അത്.
നമുക്ക് നല്ലൊരു സ്പോർട്സ് സംസ്കാരമാണല്ലോ കേരളത്തിലുള്ളത്. ഒരു ഘട്ടത്തിൽ മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി ആ ടീം അവർക്ക് വരുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ചില നടപടികൾ ഉണ്ടായി എന്നതും നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ അന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുറഹ്മാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു, വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത്. അതിൻ്റെ മേലെ എന്തന്വേഷണം നടത്താനാണെന്ന് അന്വേഷിച്ചാലേ പറയാൻ പറ്റും. സ്പെയിനിൽ മന്ത്രി പോകുന്നതിന് വേറെ കരാറൊന്നും വേണ്ട. മന്ത്രിക്ക് സ്പെയിനിൽ പോകുന്നതിന് കരാറൊന്നും ആവശ്യമില്ല. അതെ, കരാർ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റുമായിട്ടല്ലല്ലോ ഇത്തരം നടപടികൾ. അതെല്ലാം മന്ത്രി തന്നെ പറയല്ലോ. മന്ത്രി തന്നെ അന്നത്തെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോ നമ്മൾ ഈ നാട്ടിലാകെ ഇങ്ങനെ വല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറച്ചൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഒന്നിരിക്കട്ടെ, ഒന്ന് ഇങ്ങോട്ട് തിരിച്ചും എന്നൊരു ആലോചന ഉണ്ടാവും. അതും അവരെൻ്റെ വഴിക്ക് വരട്ടെ, അതുകൊണ്ട് സാരമൊന്നുമില്ല. അതൊന്നും ഞങ്ങളെ അധികം ബാധിക്കുന്ന കാര്യമല്ല. ഇനി അവർക്കെന്താ അന്വേഷിക്കേണ്ടതെന്ന് വെച്ചാൽ അന്വേഷിക്കട്ടെ. കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുത്തതിലും മാനദണ്ഡങ്ങൾ ലംഘിച്ചു. സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ കലോത്സവയെ വിട്ടുകൊടുത്തു, നികുതികളോ കൊടുത്തു, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയണം. ഒരുപാട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അല്ല, സ്റ്റേഡിയം ഇദ്ദേഹം വന്നാലാണ്. ഇദ്ദേഹം വന്നാലുള്ള നടപടികൾക്കായിട്ട് സ്റ്റേഡിയം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് ശരിയാണ്. ആ വരുന്നതിനാവശ്യമായ നടപടികൾ അവിടെ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള സ്റ്റേഡിയമായിട്ട് മാറണ്ടേ? നമ്മൾ അന്താരാഷ്ട്ര സ്റ്റേഡിയം ആണെങ്കിലും അതിനുള്ള അറ്റകുറ്റപ്പണികൾ നടക്കണ്ടേ? അതുപോലുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ നടപടികൾ ആരംഭിച്ചിരുന്നു. അത്രയേ ഉള്ളൂ. എനിക്കതറിയില്ല. എനിക്ക് അങ്ങനത്തെ കത്ത് കിട്ടിയ ഓർമ്മയില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗികമായിട്ടുള്ള യാതൊരു അറിയിപ്പും ലഭിക്കാതെ കാര്യമുമ്പിൽ പല വേദികളിലും അർജന്റീന വരും കേട്ടോ എന്ന് പലതവണയാണ് പറഞ്ഞത്. അല്ല, അതൊക്കെ എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളത് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. അന്നത്തെ മന്ത്രി വ്യക്തമാക്കുന്നുണ്ടല്ലോ. ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ബാധ്യസ്ഥനായ ഒരാളല്ല ഞാൻ. അതിന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നല്ലാതെ A to Z കാര്യങ്ങൾ ഞാൻ അറിയേണ്ടതായിട്ടില്ല സാധാരണഗതിയിൽ. പക്ഷേ അതിനകത്ത് യാതൊരു ക്രമക്കേടും ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്താണ് മെസ്സിയെ കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികളാണ് ആദ്യം തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ചില ധാരണകളും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ കടലാസുകൾ തന്റെ കയ്യിലുണ്ട് എന്ന് അന്നത്തെ മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അത് കൂടുതൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ കിട്ടും. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന പല കാര്യങ്ങളും ഇല്ലാതാക്കുന്ന കൂട്ടത്തിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കുടുംബശ്രീയെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു ഉത്തരമാണ് ഇപ്പോഴാണ്. അതില് സാധാരണഗതിയിൽ നമ്മള് ഗവൺമെന്റുകൾ, കേരളത്തിന്റെ ഒരു അവസ്ഥ മാറി മാറി ഗവൺമെന്റ് വരുന്നതായിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 21 മാത്രമാണല്ലോ തുടർച്ചയായിട്ട് വന്നത്. അതുവരെയുള്ള കുറെ കാലത്തെ അനുഭവം മാറി മാറി ഗവൺമെന്റുകൾ വരുന്നത്. ഞങ്ങള് 2016 അധികാരത്തിൽ വരുമ്പോൾ ധാരാളം പേർ താൽക്കാലിക ജീവനക്കാരായിട്ടുണ്ട്, ഡെയിലി വേജസുകാരായിട്ടുണ്ട്, പലതരത്തിലുള്ള പല തലങ്ങളിൽ ഉദ്യോഗത്തിലിരിക്കുന്നവരുണ്ട്. ഈ ഉദ്യോഗത്തിൻ്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ആ ഉദ്യോഗത്തിലിരിക്കുന്നവര് കുറച്ചു കാലം ആ ഉദ്യോഗസ്ഥരായിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു ജീവിതക്രമം അവർ ജീവിച്ചു പോവുകയാണ്. നമ്മളൊരു ഗവൺമെന്റ് വന്നു, ഈ പിരിച്ചുവിടാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നോക്കലല്ല ആദ്യത്തെ ഗവൺമെന്റ് പണി. ഞങ്ങളാ നടപടി ഏതായാലും എടുത്തില്ല. നേരത്തെ ഇരിക്കുന്നവരാരാണോ അവരവിടെ ഇരിക്കട്ടെ എന്ന നിലപാട് എടുത്തു. അവരെ ആരെയും പിരിച്ചുവിടാൻ ഞങ്ങൾ പോയില്ല. ഇപ്പൊ കാണുന്നത് എന്താ?
താൽക്കാലിക ജീവനക്കാരെ ആകെ പിരിച്ചുവിടുന്നു. ഈ പറഞ്ഞ കുടുംബശ്രീ അടക്കമുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും. 10,000-കണക്കിന് ആളുകളാണ് ഇപ്പോൾ തൊഴിലില്ലാത്തവരായിട്ട് മാറുന്നത്. എത്ര ക്രൂരമായ നടപടിയാണെന്ന് നോക്കണം. അങ്ങനൊരു ഗവൺമെന്റ് ചെയ്യാൻ പാടുണ്ടോ? ഇതെല്ലാം എന്തിനാണ്? ഇത്തരം നിയമനങ്ങളുടെ പിന്നിലുള്ള സാധാരണ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടത്തിക്കുന്നതിനുള്ള വഴിവിട്ട നീക്കങ്ങളാണ്. അതാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത് ഒരു ഗവൺമെന്റിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. കഴിഞ്ഞ സർക്കാർ ഏതാണ്ട് 1 വർഷത്തോളം പുറത്തു നിർത്തിയിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ സർവീസിൽ തിരികെ എത്തിയതിനു ശേഷം സമർപ്പിച്ച ഒരു റിപ്പോർട്ടിലാണ് ഈ മെസ്സി വിവാദത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പ്രതികാരത്തിലൂടെയാണ്. എനിക്കറിയില്ല അതിനെപ്പറ്റി. മറ്റൊരു കാര്യം, ഈ കടലിൽ കാണാതായവരെ ഈ തെരച്ചിൽ നടത്തുന്നത് ഇത് നല്ല രീതിയിലാണ്, അസംഖ്യമാണ് എന്ന് ഇതിനകത്ത് ആർച്ച് ബിഷപ്പ് തോമസ് ചേനത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പ്രസംഗിച്ചു. സർക്കാർ പ്രശംസിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നല്ലതല്ലേ? അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന്റെ അനുഭവമായിരിക്കും അദ്ദേഹം പറയുന്നത്. ഞാനത് അതിനെപ്പറ്റി പറയുന്ന ആളല്ല. എൻ്റെ അനുഭവം, നാട്ടിൽ പോയപ്പോഴുണ്ടായ അനുഭവം, കുടുംബങ്ങളെ കണ്ടപ്പോഴുള്ള അനുഭവമാണ് ഞാനിവിടെ പറഞ്ഞത്.